Recorded at 1, 2, 3. Friends, welcome back to my channel. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ മീറ്റിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. ഈ ഫീച്ചർ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും അവൈലബിൾ ആണ്, പക്ഷേ ഇതുവരെ മൊബൈലിൽ വന്നിട്ടില്ല. അപ്പം മൊബൈലിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം അല്ലെങ്കിൽ ബ്ലർ ചെയ്യാം എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഗൂഗിൾ മീറ്റ് ആപ്പിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ജോയിൻ ചെയ്യണം. ഇവിടെ അതിനുള്ള ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലൗസിൻ്റെ പടമായിട്ട് വന്നേനെ. ഇവിടെ കാണാത്തതുകൊണ്ട് ഇവിടെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രോം എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ ഹോം പേജിൽ പോവാണ്. ഈ മേളിലൊരു ആരോ കണ്ടോ, ആ ആരോ ബട്ടൺ ഞെക്കിയിട്ട് ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് കണ്ടോ, അത് ടിക്ക് ചെയ്തിടണം. നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യണം. ഇവിടെ എൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് വീഡിയോ ആദ്യം ബ്ലർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ വീഡിയോ എങ്ങനെ ബ്ലർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മൈക്ക് ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണോണ്ട് വന്നതാണ്. നിങ്ങൾക്കതുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു ബട്ടൺ കാണും, ഒരാളുടെ സൈഡിലൊക്കെ ഓരോ വരയായിട്ട്. അപ്പോൾ അത് ഞെക്കണം. അപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 2 തരം ബ്ലൗസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ബ്ലൗസാണ് സെലക്ട് ചെയ്യേണ്ടത്. നല്ല ബ്ലൗസാണ്. നല്ല ബ്ലൗസും കുറച്ച് കൂടിയ ബ്ലൗസും പിന്നെ കുറച്ച് കുറഞ്ഞ ബ്ലൗസും ഉണ്ട്. ഞാൻ ഇവിടെ നല്ല കൂടിയ ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ കൈ മാത്രം ഒരു ബ്ലൗസ് ഇല്ലാതെ കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലൗസാണ്. ഇപ്പോൾ നേരത്തെ കാണുന്ന പോലെയല്ല, ഇപ്പോൾ ബ്ലർഡാണ്. ബ്ലർഡാണ്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ 3 ഡോട്ട് ഞെക്കിയിട്ട് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് അടിക്കണം. ഇവിടെ ഇഷ്ടംപോലെ ഫോട്ടോസും ആനിമേഷൻസും അവൈലബിൾ ആണ്. നമ്മളിവിടെ ഒരു ആനിമേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ആനിമേഷൻ അവിടെ സെലക്ട് ചെയ്തു. ഇവിടെ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ കൈയൊക്കെ കാണാനുണ്ടെന്നൊക്കെ നോക്കാം. കണ്ടോ, എൻ്റെ കൈയൊക്കെ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ കൈ ആയതുകൊണ്ടാണ്. നിങ്ങൾ മുഖമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വരുന്നതാണ്. എൻ്റെ കൈ ആയതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും സെലക്ട് ചെയ്യാം. ഇപ്പം എൻ്റെ ഐക്കണാണ്. ആനിമേഷനും ഫോട്ടോസും ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. പല ഫോട്ടോസും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് സ്വന്തം ഫോട്ടോസ്, നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് എങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ പ്ലസ് ബട്ടൺ അടിക്കണം. ഇവിടെ നമ്മുടെ കയ്യിലുള്ള കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ട്. അവിടെ ഒരു ഐസിൻ്റെ പടം എടുക്കുകയാണ്. ഡൺ നെക്കുവാണ്. അപ്പോൾ അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഐസിൻ്റെ പടമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൈ അവിടെ വയ്ക്കാം. കണ്ടോ, കൈ അവിടെ വെച്ചപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ മാറ്റുന്നത്. ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫോണിൽ ഈ ഫീച്ചർ അവൈലബിൾ അല്ലെങ്കിലും ലാപ്ടോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.